പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഏറ്റവും നിർവൃതി നൽകുന്ന ജീവിതാനുഭവം എന്താണ് എന്ന് ഒന്ന് തിരിഞ്ഞാലോചിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മുന്നിലേക്കെത്തുക? കുറച്ചുനാൾ മുമ്പ് നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് അമേരിക്കയിലെ ഒരു സർവകലാശാലയിൽ പഠിപ്പിക്കാൻ ചെന്നപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഒട്ടനവധി നേട്ടങ്ങൾക്കുടമയാണല്ലോ താങ്കൾ. ഇതിൽ എന്താണ് ഏറ്റവും കൂടുതൽ നിർവൃതി നൽകുന്ന അനുഭവം? ഒന്ന് ആലോചിച്ച് ഡോക്ടർ കലാം പറഞ്ഞു, തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിന്റെ വിക്ഷേപണം SLV-3 വലിയ സന്തോഷം നൽകിയ സംഭവമാണ്. അഗ്നി മിസൈലിന്റെ പരീക്ഷണവും പൊക്രാനിൽ വിജയകരമായി നടത്തിയ അണുപരീക്ഷണവും എന്നെ അത്യധികം ആഹ്ലാദിപ്പിച്ചു. പക്ഷേ നിങ്ങൾ ചോദിച്ച നിർവൃതി ഞാൻ അനുഭവിച്ചത് മറ്റൊരു സംഭവത്തിൽ നിന്നായിരുന്നു. കുറച്ചു മുൻപ് ഒരാശുപത്രി സന്ദർശിക്കാൻ ചെന്നതായിരുന്നു ഞാൻ. അവിടെ പോളിയോ ബാധിച്ച് ചലനശേഷി പരിമിതപ്പെട്ട 2 കുട്ടികൾ കൃത്രിമ കാലുകളും കാലിപ്പറുകളും ഉപയോഗിച്ച് നടക്കുന്നത് ഞാൻ കണ്ടു. തളർന്ന കാലുകളെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന കാലിപ്പറുകൾക്ക് 4 കിലോ ഭാരമുണ്ട്. അതുപയോഗിച്ച് സ്വതന്ത്രരായി സഞ്ചരിക്കാൻ കുട്ടികൾ ബുദ്ധിമുട്ടുകയായിരുന്നു. ഓർത്തോ വിഭാഗത്തിലെ വിദഗ്ധരാണ് ഈ വിഷമാവസ്ഥ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. അഗ്നി ടീമുമായി ഞാനിത് ചർച്ച ചെയ്തു. മിസൈലിൽ ഉയർന്ന താപനിലയെ ചെറുക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രത്യേക ലോഹക്കൂട്ട് ഉപയോഗിച്ച് ഈ ചലന സഹായി നിർമ്മിക്കാനാവുമോ എന്നാലോചിച്ചു. കുറച്ചു മിനക്കെട്ടപ്പോൾ വെറും 400 ഗ്രാം തൂക്കമുള്ള കാലിപ്പറുകൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പോളിയോ വന്ന കുഞ്ഞുങ്ങൾ ഉപയോഗിച്ചിരുന്നതിൻ്റെ 10-1 മാത്രം തൂക്കമുള്ള കാലിപ്പറുകൾ അണിഞ്ഞപ്പോൾ ആ കുട്ടികൾ കുതിക്കുകയായിരുന്നു. ഇത് കണ്ടുനിന്ന മാതാപിതാക്കളുടെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിയുന്നുണ്ടായിരുന്നു. പരിമിതികൾക്കിടയിലും ആ കുരുന്നുകൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം കണ്ടപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർവൃതി ഞാൻ അനുഭവിച്ചു. ഒരു രാജ്യത്തെ ഒന്നാകെ പ്രചോദിപ്പിച്ച ആ വലിയ മനുഷ്യൻ പറഞ്ഞു നിർത്തിയപ്പോൾ ആ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ അറിഞ്ഞു, ജീവിതത്തിൽ ബാക്കിയാവുന്ന സന്തോഷം മറ്റുള്ളവർക്കായി എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന സന്തോഷമാണ് എന്ന്. അപരന്റെ വേദന സ്വന്തം വേദനയായി തോന്നുന്നവരാണ് ഈ ലോകത്തെ കൂടുതൽ ജീവയോഗ്യമാക്കി മാറ്റുന്നത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.